കടമ്പ കടന്നിരിക്കുന്നു. ആഫ്രിക്കയുടെ മുനമ്പ് അവർ ചുറ്റിയിരിക്കുന്നു. നാവികർക്കത് വിശ്വസിക്കാനായില്ല. അവർ മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. മുനമ്പിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ 2 സമുദ്രങ്ങളുടെ സംഗമം കാണാം. ആ കാഴ്ച അവർക്ക് പുതിയൊരു ഊർജം നൽകി. ഇനി കപ്പൽ വടക്കോട്ട് കിഴക്കൻ തീരത്തേക്ക് തിരിക്കാം. ഇന്ത്യൻ മഹാസമുദ്രം അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഗാമയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല. പോർച്ചുഗീസ് നാവികനായ ബാർത്തലോമിയോ ഡയസ് വർഷങ്ങൾക്ക് മുൻപ് എവിടെ വെച്ച് തിരിച്ചുപോയോ ആ സ്ഥലം അവർ പിന്നിട്ടിരിക്കുന്നു. മുനമ്പ് ചുറ്റിയ ശേഷം അവർ വടക്കോട്ട് യാത്ര തിരിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ മോസൽ ബേ എന്ന സ്ഥലത്ത് നങ്കൂരമിട്ടു. അവിടെ വെച്ച് ഗാമ ഒരു കടുപ്പമേറിയ തീരുമാനമെടുത്തു. 4 കപ്പലുകളുമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളിലെ യാത്രക്കിടയിൽ അസുഖം വന്ന പല നാവികരും മരിച്ചുപോയി. ബാക്കിയുള്ളവരെ വെച്ച് 4 കപ്പലുകൾ നിയന്ത്രിക്കുക അസാധ്യമാണ്. അതിനാൽ ഭക്ഷണവും വെള്ളവും സൂക്ഷിച്ചിരുന്ന ആ സപ്ലൈ കപ്പൽ അവർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിലെ സാധനങ്ങളെല്ലാം മറ്റു 3 കപ്പലുകളിലേക്ക് മാറ്റി. എന്നിട്ട് ആ പഴയ കപ്പലിന് അവർ തീയിട്ടു. നടുകടലിൽ ആ കപ്പൽ കത്തിയെരിയുന്നത് നാവികർ സങ്കടത്തോടെ നോക്കി നിന്നു. തങ്ങളുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നി. ഇപ്പോൾ ഗാമയുടെ പടയിൽ 3 കപ്പലുകൾ മാത്രം: സാവോ ഗബ്രിയേൽ, സാവോ റഫേൽ, ബെരിയോ. യാത്ര വീണ്ടും തുടർന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരു വില്ലൻ അവർക്ക് മുന്നിലെത്തി: അഗുൽ ഹാസ്കറന്റ്. കടലിലെ ശക്തമായ അടിയൊഴുക്കാണിത്. കപ്പൽ വടക്കോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ ഒഴുക്ക് അവരെ തെക്കോട്ട് തള്ളിക്കൊണ്ടിരുന്നു. ചില ദിവസങ്ങളിൽ അവർ കഷ്ടപ്പെട്ട് മുന്നോട്ടു പോയ ദൂരം രാത്രിയാകുമ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് പിന്നിലേക്ക് പോകും. എങ്കിലും കാറ്റ് അവർക്ക് അനുകൂലമായിരുന്നു. ആ കാറ്റിൻ്റെ ബലത്തിൽ അവർ പതിയെ പതിയെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുകൂടി മുകളിലേക്ക് നീങ്ങി. ഡിസംബർ മാസം പകുതിയായി. നാവികർക്കിടയിൽ വീണ്ടും അസുഖങ്ങൾ പടർന്നു തുടങ്ങി. സ്കർവി എന്ന രോഗമായിരുന്നു അത്. മോണകൾ വീർത്ത്, പല്ലുകൾ കൊഴിഞ്ഞ്, ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് നാവികർ കഷ്ടപ്പെട്ടു. ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാത്തതുകൊണ്ട് വരുന്ന രോഗമാണിത്. പലരും വേദന കൊണ്ട് പുളഞ്ഞു. എങ്കിലും ക്രിസ്മസ് അടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ദിവസം അവർക്ക് പ്രതീക്ഷ നൽകി. ഡിസംബർ 25, ക്രിസ്മസ് ദിനം. അന്ന് രാവിലെ അവർ കപ്പലിൻ്റെ ഡെക്കിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. അതുവരെ കണ്ട വരണ്ട പാറക്കൂട്ടങ്ങളും മരുഭൂമികളും മാറി പച്ചപ്പ് നിറഞ്ഞ ഒരു തീരം. മരങ്ങളും ചെടികളും നിറഞ്ഞ സുന്ദരമായ ഭൂമി. കടലിലെ നീലയും കരയിലെ പച്ചപ്പും ചേർന്ന് സ്വർഗം പോലെ തോന്നിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനദിവസം കണ്ടെത്തിയതുകൊണ്ട് ഗാമ ആ സ്ഥലത്തിന് ടെറാ നതാലിസ് എന്നു പേരിട്ടു. പോർച്ചുഗീസ് ഭാഷയിൽ നത്താൽ എന്നാൽ